ഭയങ്കര നാറ്റമാണ്, തുറക്കാൻ പോലും കഴിയുന്നില്ല. പോരാത്തതിന് ഇപ്പൊ തെറിവിളിയാണ് സുധിച്ചേട്ടാ. സ്പ്രൈ ഇപ്പൊ ഭയങ്കര നാറ്റമാണ്, തുറക്കാൻ പോലും കഴിയുന്നില്ല. പോരാത്തതിന് ഇപ്പൊ തെറിവിളിയാണ് സുധിച്ചേട്ടാ. ഇത്രയും വിറ്റ് ജീവിച്ചില്ലേ എന്നാണ് എന്റെ വീഡിയോ കമന്റ് ബോക്സിൽ വരുന്നത്. പിന്നെ കൂടുതൽ ആൽബം വരുന്നത് കെട്ടിപ്പിടിക്കാനാ. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ജീവിക്കണ്ടേ, മക്കളെ നോക്കണ്ടേ, സബ്സ്ക്രിപ്ഷൻ പൈസ തികയുന്നില്ല, വീട്ടുകാരെ നോക്കണം. സുധിച്ചേട്ടാ എന്റെ ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞ എനിക്കും രാവിലെ ഞാൻ പറയല്ലോ എന്നുള്ള ഈ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം, അതായത് ചെറിയ ഷോർട്ട് ഫിലിം എന്ന് പറയാൻ കാരണം രണ്ട് പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുള്ളൂ, ഞാനും ഒരു നായകനും. സോ അനുരാഗ കാറ്റ് എന്നാണ് ഒരു ഈ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഒരു റൊമാൻസ്, ഒരു ഞാനത് കണ്ടപ്പോ ആ കഥ കേട്ടപ്പോ ഞാൻ എന്താ സാർ ഓർത്തെന്നറിയോ, നമ്മൾ പണ്ട് മലയാള മനോരമയ്ക്കകത്തൊക്കെ വായിക്കത്തില്ല, ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രങ്ങളോട് ആ ഒരു ഫീലാണ് എനിക്ക് സാർ സ്ക്രിപ്റ്റ് തന്നായിരുന്നു. അദ്ദേഹത്തെ എന്താ പറയാ, ഇദ്ദേഹം നമുക്ക് ആദ്യമേ മോഹൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിനെ സാറാണ്. സാറെന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിൽ ഡയറക്ടർ നമുക്ക് വിളിക്കാം. കാരണം ഒരു ഡയറക്ടർ ആദ്യം നമ്മുടെ ഡേറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഇത് തന്നിട്ട് ആദ്യം സ്ക്രിപ്റ്റാണ് നമുക്ക് അയച്ചു തരുന്നത്. ഇതാണ് സ്ക്രിപ്റ്റ് വേണം, അല്ലെങ്കിൽ ഇതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇദ്ദേഹം എനിക്ക് നേരത്തെ എനിക്ക് ഈ നായകനും സ്ക്രിപ്റ്റ് ആദ്യം അയച്ചു തരും. നിങ്ങൾ വായിച്ചു നോക്കി നമുക്ക് ഓക്കെയാണ്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ഞാനൊന്ന് ആൽബത്തിന് പോയ അയാളുടെ പേര് പോലും പറയാൻ എനിക്ക് താല്പര്യമില്ല, അയാൾ എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് അവിടെ കിടന്ന് ചുമ്മാ കുറച്ച് മീഡിയ നിങ്ങൾ അത് ഞാൻ ഇനോഗ്രേഷന് ബ്രാൻഡ് മാത്രം ഇതിപ്പം വർക്കല്ല നമ്മുടെ ആൽബം സംഭവം. സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ ആണ്, അതിന് സബ്സ്റ്റേഷൻ അതാണ് നീ ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റേഷൻ അതാണ് സബ്സ്റ്റേഷൻ. എന്തോ സംഭവം എനിക്ക് ഇത്രയും നാളത്തെ മീഡിയ ഫീൽഡ് നടന്നിട്ട് നിനക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാൻ പോലും അക്ഷരത്തെറ്റാണല്ലോ. അടിമയായി ഉണ്ടാകും ദേവി എന്നും പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടേക്കുന്നു. അതായത് രേണുവിന്റെ കാലിനടി എന്നും അടിമയായിട്ട് അവൻ ഓമ്പ്ര എന്ന് പറഞ്ഞ് കിടക്കുമെന്നാണ് പറയുന്നത്. അവനോ അവളോ ആരും ഒരാൾ. അപ്പോൾ രേണു അതിന് മൈ ഭക്ത എന്ന് പറഞ്ഞിട്ട് കുറേ ഹൃദയം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് ദേവി, അന്നും ദേവിയുടെ കാൽക്കീഴിൽ ഈ അടിമ ഉണ്ടാകും ദേവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരാൾ എന്തിട്ടു ഇതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിൻ്റെ പേര് തന്നെ രേണു സുധി സ്ലേവ് എന്നും പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് ഇതേണ്ടേ രേണു സുധി മാടം അടിമ, എന്നിട്ട് ഓൾവേസ് വിൽ ബി അറ്റ് ദ ഫീറ്റ് ഓഫ് രേണു സുധി മാടം ആൻഡ് പ്രൗഡ് ടു ബി. നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നതാ ഇതൊക്കെ? എന്നിട്ട് രേണുവിൻ്റെ